നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് പരീക്ഷയില്ല, പക്ഷെ ക്ലാസ് ഉണ്ട്. ഇന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രബൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. പകൽ മുഴുവൻ നല്ല വെളിച്ചവും നല്ല സൂപ്പർ കാലാവസ്ഥയും, രാത്രി ആയാൽ മഴയും. ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ നല്ല ഒടുക്കത്ത മഴയായിരുന്നു. എല്ലാ ദിവസവും മഴയുടെ എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾ മഴയുടെ എഫക്റ്റ്? ഗംഭീര മഴ, ഇടിമിന്നലോട് കൂടിയ ലക്ഷറി മഴ. അപ്പോൾ ഇന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്കുള്ളത് ഒന്ന് ഇൻറ്റേർണൽ മെഡിസിൻ, അതേപോലെ തന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതായിരുന്നു റീപ്രൊഡക്ഷൻ്റെ പ്രൊഫസറിനെ കണ്ട് സംസാരിക്കണം ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പുതിയ ഇൻടേക്ക് ആവാറായി. ഓഫ് കോഴ്സ് കുറേ പിള്ളേർ വരും. പക്ഷേ കുറേ പിള്ളേർ വരുന്നതിൽ കുറേ പിള്ളേർക്കൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും, കുറേ ആൾക്കാർക്കൊക്കെ കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാവും. എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാൻ വന്നാൽ പഠിക്കാൻ നോക്കുക. അതായത് ഇവിടെ വന്ന് ഒരു ചെറിയ ജോലി കിട്ടുമ്പോൾ കയ്യിൽ കുറച്ച് കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ വന്ന വഴി മറക്കുന്ന ഒരു പ്രവണത, അത് കഴിഞ്ഞ വർഷം ഞാൻ കുറേ കണ്ടിരുന്നു, അതിന് മുന്നത്തെ വർഷങ്ങളിൽ ഞാൻ കുറേ കണ്ടിരുന്നു. ഏതെങ്കിലും കടയിൽ കയറിയിട്ട് ഏതെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്ത് കുറച്ച് ആയിരങ്ങൾ കിട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല. ആ ജോലി തന്നെ നിങ്ങളുടെ ലൈഫ് ലോങ് ചെയ്യണമെന്നും ആരും പറഞ്ഞിട്ടില്ല. ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനുള്ള വയസ്സാണ്. അതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോലി മാനേജ് ചെയ്യണം. അതല്ലാതെ പാർട്ട് ടൈം ജോലിനെ ഫുൾ ടൈം ജോലി ആക്കണമെന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നീട് അതായത് ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് അതിൻ്റെ ബേസിസിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ പാർട്ട് ടൈം ജോലിക്ക് എത്രയാണോ മാസം കിട്ടിയത് അത് പെർ ഡേ കിട്ടുന്ന അവസ്ഥ വരെ ആവും. സോ റീകൺസിഡർ ചെയ്യുക. കുറച്ച് കാശ് കയ്യിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ എന്തിന് വന്നെന്നോ നിങ്ങൾ എന്തിനെ വീട്ടുകാർ വിട്ടെന്നോ ഒക്കെയും കൂടി മറന്ന് പൊട്ടത്തരം കാണിക്കരുത്. കാരണം വേറെ എന്തും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ഈ ഒരു കാര്യം വെച്ചിട്ട്. സമയം പോയതാണ്. ഇപ്പം പഠിക്കാനുള്ള പ്രായമായിരിക്കും. അതായത് ഒരു 25-ന് താഴെ പഠിക്കാനുള്ള പ്രായമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് ഇവിടുത്തെ ഫീസ് എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നോട് തന്നെ ഞാൻ ചോദിക്കും. അതായത് പഠിത്തം നിർത്തിയിട്ട്, അതായത് ഒരു 2-3 വർഷം ബ്രേക്ക് എടുത്തിട്ട് ജോലി ചെയ്യണ സ്റ്റുഡിയോയിൽ ഫുൾ ടൈം നിൽക്കണ കേസ്. അപ്പോൾ ഞാൻ വീട്ടുകാരോടും പറയും. അപ്പോൾ എന്നോട് ഇത്രേ പറയാറുള്ളൂ, നിന്നെ പഠിക്കാനാണ് വിട്ടേക്കണേ, നീ പഠിക്കണ കാര്യം നോക്കുക. അതായത് കാശ് പിന്നെ ഉണ്ടാക്കാം, ഇപ്പം പഠിക്കുക, ഇപ്പം പഠിക്കാനുള്ള പ്രായം. പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തും ചെയ്യാം. അതുതന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പഠിക്കാനാണ് വിട്ടേക്കുന്നതെന്നുണ്ട് പഠിക്കാൻ നോക്കുക. അധികം ടെൻഷൻ എടുത്ത് വെക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ ഒരു എന്താ പറയുക അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ മണ്ടത്തരം കാരണം അങ്ങ് പോവും. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം ഓരോ ഇൻടേക്കിൽ വന്ന് കുറേ പിള്ളേരെ കുറേ നാടുകൾ ഒറ്റവാക്കി പറഞ്ഞാൽ കൊണ്ട് പഴപ്പിക്കുന്നുണ്ട്. അതില്ലാതിരിക്കാൻ കാണുന്നവർക്കും മനസ്സിലാവുന്നവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ശരി. ആദ്യത്തെ ക്ലാസ് സന്തോഷപൂർവ്വം കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. കുതിരയിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് ഓരോ അവയവങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെയൊക്കെയാണ് ഇരിക്കുക, എവിടെയൊക്കെയാണ് ഇരിക്കുക, ഏത് കണ്ടീഷനിലുള്ള കുതിരയിലാണ് ഏറ്റവും നല്ല രീതിയിൽ കാണാൻ പറ്റുക. പിന്നെ ക്ലാസ്സിൽ നമ്മൾ കുറേ പ്രശ്നങ്ങളുള്ള കുതിരകളെ കണ്ടു. അതായത് അൾട്രാസൗണ്ട് വഴി പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഇരിക്കും എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറേ കുതിരകളെ കണ്ടു. അപ്പോൾ അതായിരുന്നു ക്ലാസ്. പക്ഷെ എന്തുമാത്രം നേരെ ഓരോ ക്ലാസ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഇനിയൊരു 5 മിനിറ്റിൽ അടുത്ത ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത ക്ലാസ്. എന്തെങ്കിലും ആവട്ടെ, ക്ലാസ് അല്ല, വേറെ ഒന്നുമല്ലല്ലോ. പക്ഷേ എനിക്കെന്തോ പണിക്ക് പോകുന്നതാണ് ക്ലാസ്സിൽ പോകുന്നതിനേക്കാളും താല്പര്യം കൂടുതൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ രണ്ടും മാനേജ് ചെയ്യണം. അതാണല്ലോ ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ എൻ്റെ കർത്തവ്യം. രണ്ടും മാനേജ് ചെയ്ത് രണ്ടും കൂടി കുഴച്ച് അവസാനം പ്രാന്തായി ഒരു പരുവത്തിലാവണം. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. അത് എന്താ പറഞ്ഞേക്കണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, ചുമ്മാ പോയിരുന്നോർത്താൽ മതി. പ്രാക്ടിക്കൽസ് ഉണ്ടാകണം. പത്രമൊക്കെ തന്നെ അടുത്ത ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനി ഈ സബ്ജക്റ്റ് ഇല്ല, ഇനി പരീക്ഷയാണ്. അടുത്ത ആഴ്ച കൊളോക്യം, അത് കഴിഞ്ഞിട്ട് സെമസ്റ്റർ പരീക്ഷ, അതോടുകൂടി ഈ സബ്ജക്റ്റ് കഴിയും. ഇനി നമ്മുടെ പരിപാടി തിരിച്ച് പോകണോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കടയിൽ പോകണോ ഒന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചു പോവാം. ക്ലാസ് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ മാസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അതായത് ക്രോണിക് സ്റ്റേജിലുള്ള ഒരു മാസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ സർജറി വഴി എന്ത് ചെയ്ത് ശരിയാക്കാൻ പറ്റും, അങ്ങനത്തെ പരിപാടികളായിരുന്നു.
ഇനി നമ്മുടെ പരിപാടി തിരിച്ച് വീട്ടിൽ പോവാം. ട്രാം കാത്തു നിൽക്കുന്ന പാതയോരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മട്ടിക്കലാണ് ഗൈസ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിവിടെ നിൽക്കുന്നതായിരിക്കും, നിന്നിട്ട് പോവും. പിന്നെ ഇവിടെ കുറേ കോളേജിൽ വരുന്ന സ്റ്റുഡൻസൊക്കെ നിൽക്കുന്ന ഹോസ്റ്റൽ ഡേ കാണുന്നതാണ്. ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് രണ്ടിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നിൽക്കാറുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം, അത്ര തന്നെ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇവിടെ ബസ് ഓടുന്നത് ഇതേ ഒരു മലയാളി, തൃശ്ശൂർക്കാരൻ. മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും പറഞ്ഞു ചേട്ടാ? അങ്ങോട്ട് വരാൻ പറ്റുമോ? ഓ ഓക്കെ, എന്തെങ്കിലും പറഞ്ഞു ചേട്ടാ മലയാളത്തില്? എത്ര നാളെ ബസ് ഓടണേ? 1.5 വർഷം കഴിഞ്ഞ്. ഭാഷ അറിയോ അപ്പൊ ചേട്ടന്? ഓ കില്ലാടിയാണ്. ഞാൻ ഏതെങ്കിലും ദിവസം വീഡിയോയിൽ എന്തായാലും ചേട്ടനെ വിളിക്കാം, ഫുള്ളായിട്ട് മൊത്തം പറഞ്ഞുതരാം. പുള്ളി ഇവിടെ ബസ് ഓടിച്ച് കലക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു ആക്സിഡന്റും പറ്റിയിട്ടുണ്ട് നല്ല സമയം. അതുകൊണ്ട് പുള്ളി മലയാളിയാന്ന് എനിക്ക് മനസ്സിലായി. കയറി വന്നപ്പോ തന്നെ പുള്ളി മലയാളിയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചേ. അപ്പൊ കണ്ടതിൽ സന്തോഷം. ബൈ ബൈ. കുറച്ച് പച്ചമുളക് എടുത്തു. പച്ചമുളക് ഇല്ലാത്തൊരു കറിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് എടുത്തു. കപ്പ അടുത്ത സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേമ്പ് കുറേയൊക്കെ പോയിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, എന്നാലും കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വേണ്ട മുളക് എടുത്തു. മല്ലിയില മേടിക്കണമെന്നുണ്ട്, പക്ഷേ ഇന്ന് വേണ്ട, കാരണം മറ്റേ മല്ലിയില കുറച്ചും കൂടി ഇരിപ്പുണ്ട്. മട്ടരി നമ്മൾ മേടിക്കുന്ന മട്ടരി ഇല്ല, ഈ മട്ടരിയേ ഉള്ളൂ. ഗോതമ്പ് പൊടി, പുട്ടുപൊടി, പാലപ്പം പൊടി, എല്ലാ പൊടികളും ഉണ്ട്. ഇതൊക്കെ കൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് ചൂടാക്കിയ സെറ്റ്. എൻ്റെ വെജ് ബിരിയാണി ഇവിടെ ഉണ്ട്, റെഡി മീൽസ്. പൂവ് എടുക്കുക, ഇന്ന് ചൂടാക്കുക, കഴിക്കുക. പിന്നെ മസാലകളും ഇവിടെ അതേപോലെ തന്നെ ഉണ്ട്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് മേടിക്കാൻ വന്ന സാധനം മേടിച്ചു. പിന്നെ അച്ചാറിൻ്റെ കേസ് കൂടി ചോദിക്കുന്നവർക്ക് ഇവിടെ വെജിറ്റേറിയൻ അച്ചാറുകൾ കിട്ടും. മാങ്ങച്ചാറ്, നാരങ്ങച്ചാറ്, മുളകച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്, ഇഞ്ചി അച്ചാറ്, അങ്ങനെ അച്ചാറുകൾ കിട്ടും. ഇനി നമ്മുടെ പരിപാടി ഒരു പോക്കാണ്. ഉള്ളി ആണ്. പിന്നെ നമുക്ക് എന്താ ചിപ്സ് എടുക്കുന്ന, ഇന്ന് ചിപ്സായിട്ട് ഒന്നും എടുക്കാൻ തോന്നുന്നില്ലല്ലോ, ഇതെടുക്കാം. ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് ഞാൻ പോയിട്ട് മുളക് മേടിച്ചു, പിന്നെ കപ്പലണ്ടിയും മേടിച്ചു. അപ്പോൾ അതിനൊരിപ്പോൾ 8 സ്ലോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഡ്രസ്സ് മേടിക്കാമെന്ന് വെച്ച് വന്നു. മേടിക്കാനല്ല, വിൻഡോ ഷോപ്പിംഗ്. പിന്നെ നല്ല ഓഫറിൽ കണ്ടാൽ മേടിക്കും. അപ്പോൾ 50% ഓഫർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാൻറ്റുകളുടെ വില എന്ന് പറയുന്നത് 79 സ്ലോട്ടി. ജീൻസൊക്കെ ഒരു 89, ആ റേഞ്ചൊക്കെയാണ് ഓഫർ. പിന്നെ ടീഷർട്ടിൻ്റെ കാര്യം പറയണത് ഇവിടെ 50% ഓഫ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത്രയും നല്ല ഓഫറല്ല. 39 സ്ലോട്ടി. ഈ ചോപ്പ കൊള്ളാമല്ലോ. 20-ന് 59 പറ്റിക്കൽ ഉടായ്പ് ഓഫറാണ്. ഞാൻ കുറേ മൊത്തം നോക്കി, കുറേ ഉണ്ട് കേട്ടോ ഓഫർ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ മേടിക്കണില്ല. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്കല്ല, സമയം കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് ചെയ്യും. എന്നിട്ട് നല്ല ഓഫർ കിട്ടുകയാണെങ്കിൽ സാധനം മേടിക്കും, അതല്ലാത്ത പക്ഷം മേടിക്കില്ല. ഞാൻ പിന്നെ കൂടുതലും മേടിക്കാറുള്ളത് റിസർവ് ചെയ്യുന്നതാണ്. എന്തോ അവർക്ക് ആയുസ് കൂടുതലാണ്. പക്ഷേ ഇനി അത് മാറ്റേണ്ട സമയമായി എന്ന് തോന്നണു. ഇന്നത്തെ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു, ക്ലാസ്സിൽ പോക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം ചോദിക്കൽ കഴിഞ്ഞു, എല്ലാം ശുഭമായിട്ട് നടന്നു. അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു മലയാളി ചേട്ടൻ ബസ് ഓടിക്കുന്നതും കണ്ടു. ഐ വാസ് ടോട്ടലി ലെറ്റ്സ് എ സർപ്രൈസ്ഡ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു മലയാളി ബസ് ഓടിക്കുന്നത് കാണാൻ പറ്റുമെന്ന്. നല്ല കാറ്റുണ്ട്, മൈക്കിൽ കയറരുത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ചേക്കുന്നത്. ഒരു മലയാളി ബസ് ഓടിക്കുന്നത് അതൊരു കൗതുകരമായ കാര്യമല്ലേ. ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. വ്രൊസ്ലോയിൽ, കാറ്റോവിസിലൊക്കെ ഇഷ്ടംപോലെ മലയാളികൾ ബസ് ഓടുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ വ്രൊസ്ലോയിൽ മലയാളി ബസ് ഓടുന്നുണ്ടെന്നുള്ള കേസ് എനിക്കറിയില്ലായിരുന്നു. പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് 2 മലയാളികളോട് ബസ് ഓടുന്നുണ്ടെന്നാണ്. പുള്ളിയുടെ നമ്പർ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി സംസാരിക്കുമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം പുള്ളിനെ പോയി കണ്ട് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടുന്നത്, അതേപോലെ എങ്ങനെയുണ്ട് ഒരു ബസ് ഡ്രൈവറായിട്ടുള്ള ഇവിടുത്തെ ലൈഫ് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, പുള്ളിയുടെ ഇതിന് മുന്നോടിയ ട്രക്ക് ഡ്രൈവറായിട്ടുള്ള ജോലി, അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിയോട് നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പുള്ളി സഹകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെന്തായാലും പ്രാർത്ഥിച്ചോ, കാരണം കുറേ ആൾക്കാർ ഇവിടെ ബസ് ഡ്രൈവറായിട്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം, അങ്ങനെ മെസ്സേജ് ചോദിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി നമുക്ക് എന്താവുമെന്ന് മുടി കുടുങ്ങി കണ്ടറിയാം. ക്ലാസ്സും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, റെസ്റ്റിംഗ് തന്നെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പഠിത്തം തുടങ്ങണം. അടുത്ത ആഴ്ച നമുക്ക് ഇൻഫെക്ഷ്യസ് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്,
അതേപോലെ ഡയറ്റിക്സ് ഉണ്ട്. ഈ 3 സബ്ജക്റ്റാണ് പരീക്ഷ ഉള്ളത്. എന്താവുമെന്ന് കണ്ടറിയാം. കണ്ടല്ലേ അറിയാൻ പറ്റും, കാണാണ്ടറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ടറിയുന്നതിനായി കാത്തിരിക്കുക. പുതിയ വ്ളോഗിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അറിയാൻ പാടില്ല. വരുന്നത് പോലെ വരട്ടെ. പിന്നെ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.